ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് പ്ലാവില തോരനാണ്. ഞാൻ എന്താ പ്ലാവില പിച്ചിക്കൊണ്ട് വന്ന് വേണ്ട. ഇനി അതിനെ നമുക്ക് നല്ലതുപോലെ കഴുകി വാരാം. ഇത് ഞാൻ അങ്ങേറ്റം പോയി കാട് താണ്ടി പോയി പിച്ചിക്കൊണ്ട് വന്ന് ചെറിയ ഇത് ഈ മണ്ടയിലൊക്കെ നല്ല, പക്ഷെ നല്ല വലിയ പ്ലാവല കേട്ടാ. മിറ്റിയതുണ്ട്, എന്നാലും ഇത് തെളിരാണ്, ഒരുവിധം തെളിരാണ്. വേണ്ട, ഇത് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് പ്ലാവല. അപ്പം ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് രണ്ടെണ്ണം കഴുകിയായിരുന്നു. എന്നാലും നമുക്ക് കഴുകിയെടുക്കാം. അപ്പം ഇനി നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഇത്, പക്ഷേ ഇതിലൊരു കറയുണ്ട് കേട്ടോ. ഈ കറ കയ്യിൽ നമ്മൾ പിച്ചമ്പഴേ കയ്യിൽ വീഴുമ്പോൾ ചൊറിയും. ഞാൻ കൊണ്ടുവന്ന് കറയൊക്കെ കളഞ്ഞു. വേണ്ട, ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഇത്തിരി ചൂടാക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നന്നായി കഴുകി വാരാം. കഴുകി വാരി വാലയിലോട്ട് വയ്ക്കാം. വാലയിൽ വെച്ച് ഇച്ചിരി നേരം ഇരുന്ന് ഇതിൻ്റെ വെള്ളം തോരണം. അപ്പം ഇരുന്ന് വെള്ളം തോരട്ട്. അങ്ങനെ ചീര ഇത് അരിഞ്ഞ് പ്ലാവല അരിഞ്ഞ് ആക്കിയതിന് ശേഷം ലേശം ഉപ്പൊഴിച്ച് കൊടുക്കാം. ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം. ഉപ്പ് ഒഴിച്ചതിന് ശേഷം വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് എന്താ ചെയ്യാം, ഒരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പിൽ വയ്ക്കാം. അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. ഇതിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത്, തേങ്ങ ഇത്തിരി തോനെ വേണം കേട്ടോ. പിന്നെ പ്ലാവിലല്ലേ, അപ്പോൾ ഇത്തിരി ഒന്ന് തേങ്ങ തോനെ വേണം. അതിന് ശേഷം അടുപ്പിൽ വയ്ക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി ഇനി അടച്ചിടണ്ട. ആദ്യം ജസ്റ്റ് ഒന്ന് അടച്ച്, പിന്നെ ഇനി അടയ്ക്കണ്ട. ഇതിലിങ്ങനെ കിടന്ന് വെള്ളം തോന്ന് പിടിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് അരപ്പിടാം. വേണ്ട, അങ്ങനെ അരപ്പിട്ടതിന് ശേഷം സവാള ഒന്ന് കിടന്ന് വേഗട്ടെ. വേണ്ട, തിരിച്ചു കൊടുക്കാം. ഇനി അടയ്ക്കണ്ട. ഇനി അടച്ചാൽ അതിൽ വെള്ളം ഇറങ്ങും. ഇനി അടയ്ക്കണ്ട, അതങ്ങനെ കിടക്കട്ടെ. അപ്പം ഈ ലേശം കൂടെ ഒന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് കടുക് വറുത്ത് കൊടുക്കാം. ലേശം കടുക് പൊട്ടിച്ച് ഒഴിക്കാം. ഇച്ചിരി ഒന്ന് കടുക് പൊട്ടിച്ച് ഒഴിക്കുമ്പോഴേ ആ ഒരു പ്ലാവില തോരൻ കൂട്ടി നോക്കണം മക്കളെ. സൂപ്പറാണ്. അത് അരിയേണ്ട രീതി പറിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് എനിക്ക് ഇച്ചിരി മിറ്റി ഇല ഇട്ടി തെള്ളിയില മണ്ടയിലോട്ടിരിക്കണേ, രണ്ടും കൂടെ ചേർത്താണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നന്നായി കഴുകും. ഒരു 7-8 വെള്ളം ഞാൻ കഴുകി പിന്നെ മഞ്ഞളും ചൂട് വെള്ളവും കൂടെ ഇട്ട് കഴുകി. എന്നിട്ട് ഇച്ചിരി മിറ്റിയ ഇലയാണെങ്കിൽ അതിൻ്റെ ആ പ്ലാവിലയുടെ തണ്ടിൻ്റെ അതിങ്ങനെ വലിച്ച് വിരിഞ്ഞ് കളയണം. ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അരിയത്തില്ല. അത് വിരിഞ്ഞ് കളഞ്ഞ് നല്ലതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ കയക്കണം. നമ്മൾ ഈ കഴുത്തൻ്റെ പിയനീരുടെ ഇലയൊക്കെ കയക്കൂലേ, അത് കണക്ക് കയക്കിയതിന് ശേഷം അരിഞ്ഞു കൊടുക്കണം. ഞാൻ 2 പ്രാവശ്യം വാരി പിടിച്ച് അരിഞ്ഞു. ഒരു പ്രാവശ്യം അരിഞ്ഞിട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ അരിഞ്ഞ് പിന്നെ ഇച്ചിരി മുളക് ഒരു 2-3 മുളക് ഞാൻ ചേർത്ത്.
3 മുളക്, ഇത്തിരി 3-4 കഷ്ണം വെളുത്തുള്ളി, അതുപോലെ 2-3 കഷ്ണം ഉള്ളി, എല്ലാം ഇത്തിരി തോനെ എടുത്തു. ഇത്തിരി തോനെ തേങ്ങ, പിന്നെ ഒരു സവാള. അപ്പം ഇനി ഇതങ്ങനെ ഇടന്ന് ഇതാവുന്ന നേരത്തിന് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. ശകലെണ്ണ, ഈ എണ്ണ ഒഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് കടുക് പൊട്ടിക്കാം. ഇച്ചിരി കടുക്, കടുക് പൊട്ടിയതിന് ശേഷം ഒരു 2 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ആ ഉള്ളിയിലേക്കിട്ടൊന്ന് മിക്സിക്കാം. ഓരോരുത്തരാണ് നോക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലുള്ള പിടി ഈ ചട്ടിക്കില്ല. ഒഴിച്ചു കൊടുക്കാം. തീയണം. അതവിടെ ഇരിക്കട്ടെ. വേണ്ട, അത് വറുത്ത് അതിലിട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ ഇളക്കണം. നമ്മളെ പ്ലാവിലെ കുട്ടന്മാർ ഇതിനകത്ത് കിടന്ന് കഷ്ടം. നമുക്ക് ഇനി ഇതിനെ ചിക്കി തോത്തി ഉണ്ടാക്കും. എന്താന്ന് നോക്കോളെ, ഇല്ലെങ്കിൽ പറയണം. പക്ഷെ കുറച്ചുകൂടെ തിള്ളിരല്ല വേണമായിരുന്നു. കുറച്ചുകൂടെ തിള്ളിരല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റ് ഇത് നമുക്ക് ഇന്ന് ചമ്മന്തിയും കൂടെ അരയ്ക്കാം. ഇതും ചമ്മന്തി അരച്ചിട്ട് കഴിക്കാം. പിന്നെ മീൻ്റെ അരപ്പൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടി ഇപ്പം നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഇറക്കി വെച്ച് കാണിച്ചില്ല. 2 ടാപ്പ് അത് മസ്റ്റാണ്. അത് ഞാനും അടിക്കും. അല്ലാതെ കൊട്ടിക്കൂടെന്നാണ് പറയണ പാത്രത്തില്. ഇത് ഇങ്ങനെ നമ്മള് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇതിങ്ങനെ കൊട്ടിക്കൂടെന്നാണ് പറയണത്. നമ്മൾ അതുപോലെ ചോറ് കോരിയിട്ടും ഇങ്ങനെ അടിച്ചൂടാന്ന് പറയും. സൂപ്പറാ, സൂപ്പർ സൂപ്പർ. കണ്ട കണ്ട പ്ലാവിലെ തോരൻ. അങ്ങനെ നമ്മളെ പ്ലാവിലെ തോരൻ റെഡി. കണ്ട ഫോട്ടോ എടുത്തു. കൈ വരണ മക്കള് ടേസ്റ്റ് ഫിംഗർ ലിക്കിംഗ് ഗുഡ്. പ്ലാവിലെ തോരൻ. ബൈ.